പുതിയ വന്ദേ ഭാരത് തൃശ്ശൂരിലെത്തിയിട്ടുണ്ട്. അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സാനു ചേരുന്നുണ്ട്. സാനു, വന്ദേ ഭാരതിനെ എങ്ങനെയാണ് തൃശ്ശൂർ സ്വീകരിച്ചത്? എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന്റെ ട്രെയിന് തൃശ്ശൂരിലേക്ക് വരികയാണ്. അതായത് BJPയുടെ ഒപ്പം റെയിൽവേയുടെ നേതൃത്വത്തിലെ ഗംഭീരമായിട്ടുള്ള സ്വീകരണമാണ് റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുള്ളത്. അതായത് ദീർഘദൂര വന്ദേ ഭാരതിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചതിന് ശേഷം തൃശ്ശൂരിലേക്ക് എത്തുന്ന വന്ദേ ഭാരതിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം നിരവധി പ്രമുഖരുണ്ട്. ഒപ്പം തന്നെ ഈ ട്രെയിനിന് സ്വീകരണം കൊടുക്കുമ്പോൾ അതായത് മുൻ DGP ജേക്കബ് തോമസ് അടക്കമുള്ള BJPയുടെ സിറ്റി ജില്ലാ അധ്യക്ഷൻ അടക്കമുള്ള BJP നേതാക്കളും ഒപ്പം തന്നെ റെയിൽവേയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരും അടക്കം പങ്കെടുക്കുന്നുള്ളൂ. ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ദേ ഭാരതിന്റെ ആദ്യത്തെ ട്രെയിൻ എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് താളമേളങ്ങളുടെ അകമ്പടിയോടുകൂടി വലിയൊരു സ്വീകരണമാണ് എറണാകുളം ബംഗളൂരു ട്രെയിനിന് വന്ദേ ഭാരത് ട്രെയിനിന് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ദേ ഭാരതിന്റെ ട്രെയിൻ എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ മൂന്നാം വന്ദേ ഭാരത് തൃശ്ശൂരിന്റെ ട്രാക്കിൽ എത്തിക്കഴിഞ്ഞു. വൻ സ്വീകരണമാണ് തൃശ്ശൂർ ജനത നൽകിയിരിക്കുന്നത്. പുഷ്പാലങ്കൃതമായ വന്ദേ ഭാരത് ട്രെയിനിൽ പുത്തൻ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിന്റെ ട്രാക്കുകളിൽ ഇനി ചീർപ്പായാൻ ഒരു മൂന്നാം വന്ദേ ഭാരത് കൂടി എത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഭാരതത്തിന്റെ റെയിൽവേ വികസന കുതിപ്പിലാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനാണ് ഭാരതത്തിന്റെ ശ്രമം. ഇപ്പോൾ തൃശ്ശൂരിന്റെ ട്രാക്കുകളിലൂടെ വന്ദേ ഭാരത് പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ വൻ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് വന്ദേ ഭാരതിന്. BJPയിലെ പ്രമുഖ നേതാക്കൾ അവിടെയുണ്ട്. അങ്ങനെ മൂന്നാം വന്ദേ ഭാരത് തൃശ്ശൂരിന്റെ ട്രാക്കിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂരിലുണ്ട്. അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സാനു ചേരുന്നുണ്ട്. സാനു, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? എത്ര മിനിറ്റ് കൊണ്ടാണ് ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് എറണാകുളത്ത് നിന്നും തൃശ്ശൂരിന്റെ ട്രാക്കിലെത്തിയത്? സാനു, എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന് തൃശ്ശൂരിൽ ഇപ്പോൾ സ്വീകരണം നൽകിയിരിക്കുകയാണ്. വന്ദേ ഭാരത് ട്രെയിനിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി യാത്ര ചെയ്ത ആദ്യ യാത്രക്കാരനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. BJPയുടെ ഒപ്പം തന്നെ റെയിൽവേ അധികൃതരുടെ നേതൃത്വത്തിൽ സുരേഷ് ഊഷ്മളമായിട്ടുള്ള സ്വീകരണമാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ സ്വീകരണം വലിയ താളമേളകളുടെ അകമ്പടിയോടുകൂടി പുഷ്പവൃഷ്ടിയോടുകൂടിയാണ് ഈ മൂന്നാമതായിട്ടും എത്തിയിരിക്കുന്ന വന്ദേ ഭാരതിന് ഇവിടെ സ്വീകരണം നൽകിയിട്ടുള്ളത്. അതായത് രാവിലെ മുതൽ തന്നെ ഇവിടെ കാത്തുനിന്ന അല്ലെങ്കിൽ ഈ ഒരു പരിപാടിക്കായിട്ട് പങ്കെടുക്കാൻ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പ്രവർത്തകരാണ് എത്തിയിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന മുൻ DGP ജേക്കബ് തോമസ് അടക്കമുള്ളവർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കൊപ്പം ഈ ട്രെയിനിന് സ്വീകരണം നൽകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ രാവിലെ മുതൽ കാത്തു നിൽക്കുകയായിരുന്ന ആളുകൾ, അതായത് ഈ റെയിൽവേക്ക് ഈ മോദി സർക്കാർ വന്നതിന് ശേഷം ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായിട്ട് റെയിൽവേക്ക് ഉണ്ടായിരിക്കുന്ന ഒരു വികസന കുതിപ്പ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ റെയിൽവേ മാറുന്നതിന്റെ ഒരു കുതിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു കുതിപ്പിന് കൂടുതൽ ഊർജ്ജമേകിക്കൊണ്ടാണ് ഈ വന്ദേ ഭാരതിന്റെ എറണാകുളം അതേപോലെ തന്നെ ബംഗളൂരുവിലേക്കുള്ള വന്ദേ ഭാരതിന്റെ സർവീസ് ആരംഭിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു സ്വീകരണത്തിന് ശേഷം ഇവിടെ ഒരു സമ്മേളനം കൂടി, കേന്ദ്രമന്ത്രി അടക്കം പങ്കെടുക്കുന്ന സമ്മേളനം കൂടി റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിൽ എത്തിയിരിക്കുന്നു നമ്മുടെ മൂന്നാം വന്ദേ ഭാരത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്ത നമ്മുടെ അഭിമാനം. വികസന കുതിപ്പിലാണ് നമ്മുടെ റെയിൽവേ. അതിന് ഊർജം പകരുന്നതാകട്ടെ കേന്ദ്ര സർക്കാർ. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെ ജനങ്ങളുമായി സംവദിക്കുകയാണ്. ആദ്യ യാത്രക്കാരനാണെന്ന് കൂടി എടുത്തു പറയണം പ്രേക്ഷകരെ. എറണാകുളം ബംഗളൂരു റൂട്ടിലാണ് ഈ വന്ദേ ഭാരത് സർവീസ് നടത്തുക. അപ്പോൾ ഇനി മുതൽ 8 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എറണാകുളത്ത് നിന്നും ബംഗളൂരു വരെ എത്താം.